ഡോക്ടറെ കുഞ്ഞിൻ്റെ കൈ ഇരിക്കുന്ന കണ്ടോ, വളരെ ശോഷിച്ചായിരിക്കണം. ചോറ് വാ തുറന്ന് കഴിക്കില്ല. കുഞ്ഞിൻ്റെ ആഹാര കാര്യത്തിൽ ചോറ് കഴിക്കുന്നില്ല, കുറുക്ക് കഴിക്കുന്നില്ല എന്നെല്ലാ അമ്മമാരും പരാതി പറയും. പക്ഷേ കുഞ്ഞിൻ്റെ ആഹാരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ചെല്ലുന്നുണ്ടോ? ഡെയിലി ആവശ്യമുള്ള പ്രോട്ടീൻ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? 0 to 6 months ഉള്ള കുട്ടികൾക്ക് 8 gram പ്രോട്ടീൻ വേണം. 6 to 12 months ആണെങ്കിൽ 10, 1 to 3 years 16. അതുപോലെ തന്നെ 4 to 6 years ആണ് കുട്ടിയെങ്കിൽ 20 gram പ്രോട്ടീൻ ഭക്ഷണത്തിൽ വേണം. അതുപോലെ 7 to 9 years ആണെങ്കിൽ 29 ഗ്രാമും, 10 to 12 years ആണെങ്കിൽ ഏകദേശം 40 grams പ്രോട്ടീൻ വേണം. 13 to 15 years ആണെങ്കിൽ 50-54 gram പ്രോട്ടീനൊക്കെ ഒരു ദിവസം ഭക്ഷണത്തിൽ വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഏത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും? പ്രധാനമായും നമ്മുടെ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദിവസവും മുട്ട ഉൾപ്പെടുത്തുക. മുട്ട റെഫറൻസ് പ്രോട്ടീനാണ്. എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള അമിനോ ആസിഡും ഉള്ള ഒരു ഭക്ഷണമാണ് മുട്ട എന്ന്. ദിവസവും മുട്ട കൊടുക്കാം. മത്സ്യം, ചിക്കൻ, ഫിഷ്, മട്ടൺ, ബീഫ്, പോർക്ക്, ഈ എല്ലാ നോൺ വെജിറ്റേറിയൻ ഐറ്റംസിലും ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ പൾസസ്, വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻസ് വളരെ ഗുണമുള്ള ഒന്നാണ്. സോയ എന്ന് പറയുന്നത് ഹൈ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. നട്ട്സ്, അതുപോലെ തന്നെ മഷ്റൂം, ചീസ്, മിൽക്ക്, യോഗട്ട്, മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം തന്നെ പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്.